ഇറാൻ കത്തുകയാണ്. ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇറാൻ തെരുവുകൾ വിറയ്ക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങളിലേക്കാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു സുപ്രധാന ഫോൺ കോൾ എത്തിയിരുന്നു. ഇറാനിലെ നിലവിലെ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യം വിശദീകരിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ വിളിച്ചിരിക്കുകയാണ്. എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത്? അവിടെയുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ അവസ്ഥ എന്താണ് നോക്കാം. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർക്ചിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ഫോണിൽ ബന്ധപ്പെട്ടത്. ഇറാനിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. ചർച്ചയുടെ വിവരം ഡോക്ടർ എസ് ജയശങ്കർ തന്നെയാണ് എക്സിലൂടെ ലോകത്തെ അറിയിച്ചത്. ഇറാനിലെ സ്ഥിതിഗതികൾ അത്ര ശുഭകരമല്ല എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണിത്. ഇതിന് പിന്നാലെ ഇന്ത്യ ഒരു ശക്തമായ യാത്രാ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇന്ത്യൻ പൗരന്മാർ ആരും തന്നെ ഇറാനിലേക്ക് യാത്ര ചെയ്യരുത് എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇതിനോടകം ഇറാനിലുള്ള ഇന്ത്യക്കാരോട് എത്രയും വേഗം രാജ്യം വിടാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രയധികം പ്രക്ഷുബ്ധമാകുന്നത് നമുക്കറിയാം. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇറാനിലെ റെക്കോർഡ് പണപ്പെരുപ്പവും കറൻസിയുടെ മൂല്യത്തകർച്ചയും സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി. രണ്ട്, ഇതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയതോടെ ഉണ്ടായ ഒരു ആഭ്യന്തര അശാന്തി അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രക്ഷോഭം ഇപ്പോൾ 20ാമത്തെ ദിവസത്തിലേക്കാണ് കടക്കുന്നത്. രാജ്യത്തെ 250-ലധികം സ്ഥലങ്ങളിൽ ജനങ്ങൾ തെരുവിലാണ്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി ഒന്ന് ഓർക്കണം. മരണസംഖ്യ 2000 കടന്നു. അത് വീണ്ടും ഉയരുന്നതായും വാർത്താവിനിമയ സംവിധാനങ്ങൾ തകരാറിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 5 ദിവസത്തിലേറെയായി അവിടെ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കലുഷിതമാണ് ഇറാനിലെ സാഹചര്യം. ഇറാനിലെ ഈ ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര നയതന്ത്ര യുദ്ധമായി തന്നെ മാറിയിരിക്കുകയാണ്. തങ്ങളുടെ രാജ്യത്തെ അശാന്തിക്ക് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ ശക്തികളാണെന്നാണ് ഇറാന്റെ ആരോപണം. പ്രക്ഷോഭകാരികൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും കാട്ടി ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് കത്തെഴുതിയിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മേഖലയിലെ പ്രധാന ശക്തിയായിട്ടുള്ള ഇന്ത്യയുമായി ഇറാൻ ചർച്ച നടത്തിയത് എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് നിലവിൽ ഇന്ത്യ മുൻഗണന നൽകുന്നത്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും തീർത്ഥാടകരും ബിസിനസ്സുകാരും ഉടൻ തന്നെ വാണിജ്യ വിമാനങ്ങൾ വഴി ഇന്ത്യയിലേക്ക് മടങ്ങണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെടാൻ ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാണ്. ഇറാനിലെ ഓരോ ചലനങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.